കോമഡി ഉണ്ട്, വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമ്മുടെ നല്ല നല്ല ഇതാണ് സർവൈവൽ സ്റ്റോറി വരട്ടെ. എപ്പോഴും നമ്മുടെ പണ്ടത്തെ നാടും നാട്ടുകാരും ഒക്കെ ഉള്ള സിനിമ കണ്ടാൽ പോരല്ലോ. അതെ, നമ്മുടെ മഞ്ഞുമലിലെ പിള്ളേരാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരു കോമഡി ഡ്രാമ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് മുന്നിലേക്ക് ഒരു സർവൈവൽ ത്രില്ലർ ഇട്ടുകൊണ്ട് മഞ്ഞുമൽ ടീം ഞെട്ടിച്ചിരിക്കുകയാണ്. 2027 ഇറങ്ങിയിൽ വെച്ച് വൺ ഓഫ് ദ ഹൈപ്ഡ് മൂവീസ് മഞ്ഞുമൽ ബോയ്സിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയാണ് നമുക്ക് കണ്ടറിയ പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ മഞ്ഞുമൽ ബോയ്സ് ഫസ്റ്റ് ഇംപ്രഷനിലേക്ക്. ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടായിരുന്നു മൂവിയുടെ? സൂപ്പറാണ്. പിടിച്ചിരുന്നതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ജനകത്ത്. ഇഷ്ടപ്പെട്ട എന്താണ് മേക്കിംഗ്, മ്യൂസിക്, നമ്മൾ പിടിച്ചിരുന്നു. ആ തിയേറ്റർ ഫുൾ സൈലൻസ് ആണ്. ടോട്ടലി ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ട്? അടിപൊളിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമയ്ക്കകത്ത് കഥയൊക്കെ അടിപൊളിയാണ്. അപ്പം സെക്കൻഡ് ഹാഫിലൂടെ സിനിമ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? അറിയത്തില്ല, കണ്ടുനോക്കാം. സർവൈവൽ മൂവിയാണ്. സെക്കൻഡ് ഹാഫ് കാണേണ്ടി വരും. എന്തുവാന്ന് വെച്ചാൽ അല്ലാതെ മേക്കിംഗ് ഒക്കെ നൈസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കാണണം, എന്നാലും എന്തായാലും പറയാൻ പറ്റും. അല്ലാതെ കുഴപ്പമൊന്നുമില്ലാത്തതാണ് തോന്നുന്നു. എൻഗേജിങ് നമ്മുടെ ഏതെങ്കിലും സിനിമയുടെ റെഫറൻസ് വല്ലതും ചെയ്യാൻ പറ്റുമോ? മലയും കുഞ്ഞ് ഏകദേശം അതേപോലെ വരും. അതേപോലെ ഒരു ഹൈ റേഞ്ച് സെറ്റപ്പ് ആണോ ഇങ്ങനെ? കൊടൈക്കനാലിന്റെ കേവിനെ കുറിച്ച് പറയുന്ന ഒരു സർവൈവൽ മൂവി. മേക്കിംഗ് എല്ലാം കാണുമ്പോൾ ടീമിന്റെ കെമിസ്ട്രി എങ്ങനെയുണ്ട്? സെറ്റാണ്. നമ്മളൊരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് കണ്ട ശരിക്കും ഞാൻ 2006 നമ്മുടെ കാലം കുറച്ചുകൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പോയത്. 2006 നടന്നൊരു സംഭവമല്ലേ. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒരു രസകരമായിട്ടുള്ള നമുക്ക് നല്ലൊരു നമ്മളെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോണ ഒരു വൈബിൽ നമ്മളൊരു ടൂറൊക്കെ പോകത്തില്ലേ, ആ ഒരു വൈബിൽ തുടങ്ങി ലാസ്റ്റ് ഭയങ്കര വലിയ ഇപ്പോൾ ഇൻട്രോലിന് മുമ്പ് ഭയങ്കര വലിയൊരു ഇതിൽ ആ ഒരു ഇൻസിഡൻറ്റിൽ പെട്ട് നിൽക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ റെസ്ക്യൂവും വേറെ ഒന്നുമല്ല. മലയാളത്തിൽ ഇപ്പം നമ്മുടെ പ്രമേയം ഒരു സർവൈവൽ സ്റ്റോറി വന്നു. അതിനുശേഷം മലയാളത്തിലും ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ നല്ല നല്ല ഇതാണ് സർവൈവൽ സ്റ്റോറി വരട്ടെ. എപ്പോഴും നമ്മുടെ പണ്ടത്തെ നാടും നാട്ടുകാരും ഒക്കെ ഉള്ള സിനിമ കണ്ടാൽ പോരല്ലോ. വിചാരിക്കുന്ന പോലെ ഒരു സ്റ്റോറി അല്ല, പക്ഷെ നമ്മളായിരുന്നു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം മിക്സ് ചെയ്താൽ നല്ലൊരു പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. പക്ഷേ ഇനി സെക്കൻഡ് ഹാഫ് ഉണ്ടാലും നമുക്ക് സെക്കൻഡ് ഹാഫിലാണ് പടം ഇനി സർവൈവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സർവൈവൽ തുടങ്ങണമെങ്കിൽ ഇനി കോമഡി ഒക്കെ ആയിട്ട് പോയേക്കാണ്. കോമഡി ഉണ്ട്, വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമ്മുടെ സ്ക്രീൻ റേഷ്യോ ജാനമേം പോലെ തന്നെ ചെറുതാണ്. മറ്റേ കറക്റ്റ് ഗുണാക്കേസിന്റെ അതെല്ലാം സൂപ്പറായിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ കഥ ഇന്റർവെല്ലാണ്. ഇനിയാണ് സെക്കൻഡ് ഹാഫ് ഇരിക്കുന്ന കണക്കിരിക്കും പടത്തിന്റെ. വലിയതൊന്നുമില്ല, സെക്കൻഡ് ഹാഫിനാണ്ട് നോക്കിയിരിക്കും. അത് കണ്ടിട്ട് പറയാം. വിചാരിച്ച നമ്മളൊക്കെ ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ബ്രോ ചേട്ടൻ തന്നെ പ്രതീക്ഷ ഒരു കോമഡികളൊന്നും വന്നിട്ടില്ല.